നമസ്കാരം. നവജാത ശിശുക്കളുടെ പരിചരണം, ഒപ്പം തന്നെ അവർക്കൊരു രോഗം വന്നാൽ എങ്ങനെ അത് ചികിത്സിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പലപ്പോഴും രക്ഷിതാക്കളുടെ മനസ്സിൽ സംശയങ്ങളായി നിൽക്കുന്ന കാര്യമാണ്. ഒപ്പം തന്നെയാണ് സ്ത്രീജന്യ രോഗങ്ങൾ, സ്ത്രീകളിലുണ്ടാവുന്ന രോഗങ്ങളിൽ എന്തൊക്കെ ചികിത്സയാണ്, എങ്ങനെയൊക്കെയാണ് അതിനെ പ്രതിരോധിക്കാൻ പറ്റുക തുടങ്ങിയ കാര്യങ്ങൾ. ഇതേക്കുറിച്ച് വ്യക്തമാക്കുകയാണ് പാലക്കാട് അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ. നവജാത ശിശുക്കളുടെ കാര്യത്തിൽ എന്തൊക്കെ ആണ് ശ്രദ്ധിക്കേണ്ടത്, ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ഡോക്ടർ. പലർക്കും അറിയാത്തൊരു കാര്യമാണ് നിയോനേറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താ എന്നുള്ളത്. ഇപ്പോൾ നമ്മളെല്ലാവരും കാർഡിയോളജി എന്ന് കേട്ടിട്ടുണ്ടാവും, ന്യൂറോളജി, നെഫ്രോളജി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ ഈ നിയോനേറ്റോളജി എന്ന് പറഞ്ഞാൽ നവജാത ശിശുക്കളുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് നിയോനേറ്റോളജി. എന്ന് വെച്ചാൽ ജനിച്ച് 1 മാസം പ്രായം വരെ ഉള്ള കുഞ്ഞുങ്ങളുടെ സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനിച്ച കുട്ടികൾ, നവജാത ശിശുക്കൾ ഭയങ്കര ഫ്രജൈലാണ്. അവർക്ക് ധാരാളം വ്യത്യാസങ്ങളുണ്ട്. ബാക്കി കുഞ്ഞുങ്ങളെ പോലെയല്ല. അവർക്ക് ധാരാളം പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉണ്ട്. അവർക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ തന്നെ വളരെ സീരിയസ് ആയ രീതിയിൽ അവരെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉള്ളത്. അപ്പോൾ നിയോനേറ്റോളജി എന്ന് പറഞ്ഞാൽ ന്യൂ ബോൺസ്, 1 മാസം പ്രായം വരെ ഉള്ള കുഞ്ഞുങ്ങളുടെ ഇൻറ്റൻസീവ് കെയർ സ്പെഷ്യാലിറ്റിയാണ്. നിയോനേറ്റൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ നമ്മളത് വേറെ വേറെ രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എന്ന് വെച്ചാൽ വളരെ ചെറിയ അസുഖങ്ങൾ, എന്ന് വെച്ചാൽ ഇപ്പോൾ സാധാരണ വരുന്ന മഞ്ഞപ്പിത്തം, അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ചികിത്സിക്കുന്നത് നമ്മൾ ലെവൽ 1 എന്ന് പറയും. ലെവൽ 2 കുറച്ചും കൂടെ സീരിയസ് ആയ കാര്യങ്ങളെ ചികിത്സിക്കാൻ പറ്റുന്നത് ചെറിയ ശ്വാസം മുട്ടൽ, അല്ലെങ്കിൽ ചെറിയ ഇൻഫെക്ഷൻ, അണുബാധ, ഇതൊക്കെ നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്നത് ലെവൽ 2 NICU. ലെവൽ 3 എന്ന് പറഞ്ഞാൽ ഏറ്റവും മെച്ചപ്പെട്ട NICU. എന്ന് വെച്ചാൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഒരു കുഞ്ഞിൻ്റെ ശ്വാസകോശത്തിൻ്റെ വികസനമില്ലാതെ ജനിക്കുന്ന കുഞ്ഞിന് വെൻറ്റിലേറ്റർ ഫെസിലിറ്റി മുതൽക്ക് കുഞ്ഞിന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഉള്ള ലൈഫ് സപ്പോർട്ട്, എല്ലാ രീതിയിലും ചെയ്യാൻ പറ്റുന്ന ലൈഫ് സപ്പോർട്ട്, എല്ലാ മെഷീനറീസും എക്യുപ്മെൻറ്റ്സും ഉള്ളൊരു NICUവിനെയാണ് നമ്മൾ ലെവൽ 3 NICU എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഒരു 1/2 കിലോ അല്ലെങ്കിൽ 600 ഗ്രാം വെയിറ്റ് മുതൽക്ക് നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു NICU ആണ് ലെവൽ 3 NICU. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ പലപ്പോഴും ആദ്യത്തെ കുഞ്ഞാവുമ്പോൾ പേരൻസിന് ചിലപ്പോൾ പല കാര്യങ്ങളും തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ തിരിച്ചറിയേണ്ട കാര്യങ്ങൾ, ഒരു കുഞ്ഞ് കൂടുതൽ സമയം, ഇപ്പോൾ 3-4 മണിക്കൂറിനെക്കാട്ടിലും കൂടുതൽ കുട്ടി അനക്കമൊന്നുമില്ലാതെ ഉറങ്ങിക്കൊണ്ടിരിക്കുക, പാല് കുടിക്കാനുള്ള സമയത്ത് കുട്ടി ഉണരാതിരിക്കുക, പിന്നെ കുട്ടിയുടെ കൈയും കാലും ഒക്കെ നീല നിറാവുക, അല്ലെങ്കിൽ തണുത്തു പോവുക, അല്ലെങ്കിൽ സാധാരണ കുട്ടിക്ക് പാല് കൊടുക്കുമ്പോൾ തന്നെ കുട്ടി പാല് കുടിക്കാതെ കരഞ്ഞുകൊണ്ടിരിക്കുക, എന്ത് ചെയ്താലും കരച്ചിൽ മാറാത്ത ഇൻകൺസോളബിൾ ക്രൈ എന്നൊക്കെ പറയുന്ന പോലെയുള്ള കരച്ചിൽ, പിന്നെ കുട്ടിയുടെ കയ്യോ കാലോ അബ്നോർമലായിട്ട് മൂവ്മെൻറ്റ്സ്, നമ്മൾ വെട്ടലൊക്കെ പറയില്ല, അതുപോലെ മൂവ്മെൻറ്റ്സ്. അപ്പോൾ ഇല്ലെങ്കിൽ കുട്ടി വളരെ വേഗത്തിൽ ശ്വാസം വലിക്കുന്നു, കുട്ടിയുടെ സ്കിന്നിൻ്റെ കളറ്, കുട്ടിയെ കാണുമ്പോൾ തന്നെ നിറം വ്യത്യാസം വരുന്നു, ഒരു ചെറിയ നീല നിറം അങ്ങനെയൊക്കെ വരുന്നു. ഇതെല്ലാം അപകട ലക്ഷണങ്ങളാണ്. ഇതെന്തെങ്കിലും കണ്ടാൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ ട്രഡീഷണലായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ചെയ്തു വരുന്നുണ്ട്. ഇത്രയൊക്കെ നമ്മൾ സയൻസ് അഡ്വാൻസ് ആയിട്ടും പല കാര്യങ്ങളും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതിൽ ചില കാര്യങ്ങൾ നമ്മൾ കുട്ടിയെ കുളിപ്പിക്കുമ്പോഴാണ് ചെയ്യണത്. കുട്ടി കുളിപ്പിക്കുന്നതിൻ്റെ മുമ്പ് വെള്ളം കയറാതിരിക്കുക എന്ന് പറഞ്ഞ് പൊക്കിളിൽ എണ്ണ വെക്കുക, ഇല്ലെങ്കിൽ അതിന് ശേഷം പൊക്കിളിൽ എണ്ണ വെക്കുക, ഇതൊന്നും ചെയ്യാൻ പാടില്ല. അതേപോലെ ചെവിയുടെ ഉള്ളിൽ വെള്ളം കയറി ഉണ്ടാവും എന്ന് പറഞ്ഞ് ചെവിയുടെ ഉള്ളിൽ ഊതുക, ഇതും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെവി പഴുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ദേഹത്ത് പൗഡർ ഇടുക, ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വെയിലിൽ കാണിക്കുക. പണ്ടൊക്കെ മഞ്ഞപ്പിത്തം മാറാനായിട്ട് വെയിലിൽ കാണിക്കാൻ നമ്മൾ തന്നെ ഡോക്ടേഴ്സ് തന്നെ പറയുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ വേണ്ടെന്നാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ വെയിലിൽ കാണിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. പണ്ട് വയമ്പ്, തേനൊക്കെ ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും ഇപ്പോൾ നമ്മൾ അൺസയൻറ്റിഫിക് ആയ കാര്യങ്ങളാണ്, ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളാണ്. കുട്ടികൾക്ക് പൊതുവെ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ അവർക്ക് ഇമ്മ്യൂണിറ്റി, പ്രതിരോധശേഷി തീരെ ഇല്ലാത്തതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് വീട്ടിലിപ്പോൾ കുട്ടികളുടെ പേരൻസിന് തന്നെ ജലദോഷമോ ചുമയോ പനിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ കുഞ്ഞുങ്ങളുടെ അടുത്ത് തന്നെ പോവാതിരിക്കുകയാണ് വേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോൾ അമ്മയ്ക്ക് പാല് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അതല്ലാതെ ബാക്കിയുള്ളവരാരും കുഞ്ഞുങ്ങളുടെ അടുത്ത് പോവാതിരിക്കുകയാണ് വേണ്ടത്. പിന്നെ ഇപ്പോൾ കുഞ്ഞിന് എൽഡർ സിബ്ലിങ്സ് ഉണ്ടാവും, ചേട്ടനോ ചേച്ചിയോ ആരെങ്കിലും ഉണ്ടാവും, ബാക്കി കുഞ്ഞുങ്ങൾ, അവർക്കിപ്പോൾ സ്കൂളിൽ പോണ പ്രായമായിരിക്കും, അവർക്ക് ജലദോഷമോ ചുമയോ പനിയോ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ അവർ വീട്ടിലുണ്ടെങ്കിൽ തന്നെ നമ്മളവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക, ഈ കുഞ്ഞിൻ്റെ അടുത്ത് പോവാതെ
നോക്കുക. വിസിറ്റേഴ്സിനെ പരമാവധി നമ്മൾ അവോയ്ഡ് ചെയ്യുക തന്നെ വേണം. എന്താ വെച്ചാൽ കുറേ പേര് പുറത്തുനിന്ന് വരിക, കുഞ്ഞിനെ കാണുക, എടുക്കുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ അസുഖങ്ങൾ വരാൻ ധാരാളം സാധ്യതകളുണ്ട്. പിന്നെ ആദ്യത്തെ 6 മാസം പാല് മാത്രം കൊടുക്കുക, വേറെ വെള്ളം പോലും കൊടുക്കാതിരിക്കുക, ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് ടു എൻ എക്സ്റ്റെൻറ്റ് നമുക്ക് ഇൻഫെക്ഷൻസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ കുഞ്ഞുങ്ങൾക്കും ആദ്യത്തെ ഒരാഴ്ച വെയിറ്റ് കുറയും. ഇത് പേരൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച വെയിറ്റ് കുറയുമെന്ന് പറഞ്ഞാൽ എത്ര കുറയും എന്നും കൂടെ മനസ്സിലാക്കണം. നമ്മൾ കൂടി വന്ന 10%, 10% വെയിറ്റ് കുറയാം, അതിനെക്കാട്ടിലും കുറയാൻ പാടില്ല. അപ്പോൾ പലപ്പോഴും നമ്മളിവിടെ കാണുന്നത് കുട്ടികൾ ചിലപ്പോൾ കുട്ടികളെ റിവ്യൂവിന് കൊണ്ടുവരുന്നത് വളരെ ലേറ്റായിട്ട് വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ വെയിറ്റ് വല്ലാതെ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അമ്മമാരുടെ അടുത്ത് ചോദിക്കുന്നത് എന്ത് പറ്റി ഇത്രയും വെയിറ്റ് കുറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ കുട്ടിയെ കാണുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ അമ്മമാർ പറയും ഇല്ല, എൻ്റെ വീട്ടിൽ പറഞ്ഞു കുഞ്ഞിന് വെയിറ്റ് കുറയണത് നോർമലാണെന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 10% വെയിറ്റ് ലോസ് വരെ നോർമലാണ്. എന്ന് വെച്ചാൽ ഒരു 3 കിലോ ഉള്ളൊരു കുഞ്ഞിന് കൂടി വന്ന 300 ഗ്രാം വരെ വെയിറ്റ് കുറയാം, അതിനെക്കാട്ടിലും കുറയാൻ പാടില്ല. അപ്പോൾ വെയിറ്റ് വല്ലാതെ കുറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുട്ടിക്ക് പാല് ശരിക്കും കിട്ടുന്നില്ല എന്നാണ്. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച വെയിറ്റ് കുറഞ്ഞിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം ആകുമ്പോഴേക്കും ഒരു കുഞ്ഞ് ജനിച്ച വെയിറ്റ് എങ്കിലും തിരിച്ചെത്തണം, ബർത്ത് വെയിറ്റ് അതെങ്കിലും തിരിച്ചെത്തണം. പിന്നുള്ള ഓരോ ദിവസവും ആവറേജ് ആയിട്ട് ഒരു 30 ഗ്രാം വീതം കൂടണം എന്നാണ്. എന്ന് വെച്ചാൽ ഒരു കുട്ടി 1 മാസം പ്രായമാകുമ്പോൾ ജനിച്ച വെയിറ്റിനെക്കാട്ടിലും കുറഞ്ഞത് 600-700 ഗ്രാം എങ്കിലും കൂടിയുണ്ടാവണം. ഇതാണ് വെയിറ്റ് ഗെയിൻ പാറ്റേൺ. അപ്പോൾ നമ്മൾ ഈ റെഗുലറായി വിസിറ്റിനൊക്കെ വരാൻ പറയുന്നത് മെയിനായിട്ട് ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ഒരു കാര്യം ഞാൻ പറയാം, കുട്ടിയുടെ മൂത്രത്തിൻ്റെ അളവ് വല്ലാതെ കുറഞ്ഞാൽ, അതായത് ഒരു കുഞ്ഞ് സാധാരണ നിലയ്ക്ക് 24 മണിക്കൂറിൽ കുറഞ്ഞതൊരു 6-8 പ്രാവശ്യമെങ്കിലും മൂത്രം ഒഴിക്കണം. അങ്ങനെ മൂത്രം ഒഴിച്ചില്ല, അതിനെക്കാട്ടിലും വളരെ കുറവായി, ഇപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ മൂത്രം ഒഴിക്കണല്ലോ എങ്കിൽ മിക്കവാറും കുട്ടിക്ക് കിട്ടുന്ന പാല് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് കുട്ടിക്ക് നന്നായി വെയിറ്റ് കുറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരിക. നമ്മൾ നവജാത ശിശുക്കൾക്ക് വളരെ ബേസിക്കായ ബ്ലഡ് ടെസ്റ്റേ ചെയ്യുള്ളൂ. ഒന്ന് നമ്മൾ ചെയ്യുന്നത് ബ്ലഡ് ഗ്രൂപ്പാണ്. എന്താ വെച്ചാൽ എന്തായാലും ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം അല്ലേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് മിക്ക കുട്ടികൾക്കും മഞ്ഞപ്പിത്തം, ഒരു 70% കുട്ടികൾക്കും മഞ്ഞപ്പിത്തം വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അത് എത്ര ഉണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റാണ്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറവായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് നമ്മൾ കറക്റ്റായി കണ്ടുപിടിച്ചില്ലെങ്കിൽ കുഞ്ഞിന് മെൻ്റൽ റിട്ടാർഡേഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും ജനിച്ച് 72 മണിക്കൂറാകുമ്പോൾ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യും. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മൂന്നുമാണ് നമ്മൾ വളരെ ബേസിക്കായി ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻസ്. ഇത്രയെങ്കിലും നമ്മൾ ചെയ്യും. ബാക്കി പിന്നെ നമ്മൾ കുറേ സ്ക്രീനിങ് ടെസ്റ്റുകളുണ്ട്, അതൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റും ബ്ലഡ് ഗ്രൂപ്പും എന്തായാലും ചെയ്തിരിക്കണം. സാധാരണ ഒരു കുഞ്ഞ് അതുപോലെ കരയുകയാണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് അതിനുള്ളൊരു കാരണം കുഞ്ഞിന് ശരിക്കും പാല് കിട്ടാത്തതായിരിക്കും, വിശന്നിട്ടായിരിക്കും ഈ കരച്ചിൽ. അപ്പോൾ നല്ല രീതിയിൽ പാല് കിട്ടി കുട്ടിക്ക് വയറ് നിറഞ്ഞാൽ കുട്ടി ശരിക്കും ഒരു 1.5-2 മണിക്കൂറെങ്കിലും സുഖമായി കിടന്നുറങ്ങണം. അങ്ങനെ ഉറങ്ങണില്ല, വീണ്ടും കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ പാല് കുറവാണെന്നാണ് അർത്ഥം, ഇല്ലെങ്കിൽ കുട്ടിക്ക് പാല് ശരിക്കും കിട്ടുന്നില്ല എന്നാണ് അർത്ഥം. അതാണ് മെയിനായിട്ട്. പക്ഷേ വേറൊരു കാര്യം നമ്മൾ ഓർക്കണം, കുഞ്ഞിന് സംസാരിക്കാനോ നമ്മളുടെ അടുത്തൊരു കാര്യം പറയാനോ അറിയില്ല. അപ്പോൾ എന്തുണ്ടെങ്കിലും കുഞ്ഞ് കരയുക തന്നെയാണ് ചെയ്യുക. അപ്പോൾ എന്ത് ചെറിയ കാര്യമാണെങ്കിലും കുഞ്ഞിന് ചൂടെടുത്താൽ, തണുപ്പെടുത്താൽ, ഇല്ലെങ്കിൽ കുഞ്ഞിനിപ്പോൾ എന്നെ എടുക്കണം എന്ന് തോന്നിയാൽ പോലും കുഞ്ഞ് കരയുക തന്നെയാണ് ചെയ്യുക. ആദ്യത്തെ 3 ആഴ്ചയിൽ കുഞ്ഞുങ്ങളുടെ സ്ലീപ്പ് വേക്ക് സൈക്കിൾ തലതിരിഞ്ഞായിരിക്കും. എന്ന് വെച്ചാൽ കുട്ടി പകൽ നന്നായിട്ട് ഉറങ്ങിയിട്ട് രാത്രി ഉണർന്നിരിക്കും. ഈ രാത്രി ഉണർന്നിരിക്കുന്ന സമയത്ത് അവർ വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കും. അതും നോർമലായ ഒരു കാര്യമാണ്. അപ്പോൾ പകലൊക്കെ ഉറങ്ങണു, രാത്രി ഉണർന്നിരുന്ന് കരയണു എന്ന് വളരെ കോമണായി നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. അത് നോർമലായ ഒരു കാര്യമാണ്. പക്ഷേ ഇതിൽ നമ്മൾ നോക്കേണ്ടത് കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ കുട്ടിയെ കൺസോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ കുട്ടി കരച്ചിൽ മാറുണ്ടോ, അതാണ് നോക്കേണ്ടത്. പാല് കൊടുക്കുമ്പോൾ കരച്ചിൽ മാറുണ്ടെങ്കിൽ അത് കൺസോളബിളാണ്, അപ്പോൾ അത് വലിയ പ്രശ്നമില്ല. പക്ഷേ കുട്ടിക്ക് പാല് കൊടുത്താലും കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കണു എന്ന് പറയുമ്പോൾ നമ്മൾ അത് എന്തെങ്കിലും അസുഖമുണ്ടോ എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം. ആദ്യത്തെ 1-2 ദിവസം ഒരു കുഞ്ഞിന് വളരെ കുറച്ച് പാലേ ആവശ്യമുള്ളൂ, വളരെ കുറച്ച്. പക്ഷേ അത് കഴിയുന്തോറും അമ്മയ്ക്ക് പാലിൻ്റെ സെക്രീഷൻ കൂടിക്കൂടി വരും. അപ്പോൾ കുട്ടിക്ക് മതിയാവുണ്ടോ എന്നറിയാൻ നമ്മൾ നോക്കുന്നത്
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടി വയറ് നിറഞ്ഞാൽ ഒരു 1.5 മണിക്കൂറെങ്കിലും കുട്ടി സുഖമായി കിടന്ന് ഉറങ്ങണം. അത്രയും ഉറങ്ങുന്നുണ്ടോ, അതോ അരമണിക്കൂർ കഴിഞ്ഞാൽ കുട്ടി വീണ്ടും വിശപ്പ് കാരണം കരയുകയാണോ എന്ന് നോക്കുക. അപ്പോൾ നന്നായി ഉറങ്ങുന്നുണ്ടോ, 1.5-2 മണിക്കൂർ കുട്ടി സുഖമായി ഉറങ്ങുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ടെന്ന് തന്നെയാണ് അർത്ഥം. പിന്നെ നമ്മൾ നോക്കേണ്ടത് എത്ര പ്രാവശ്യം ഒരു ദിവസം മൂത്രം ഒഴിക്കണം. അപ്പോൾ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 24 മണിക്കൂറിൽ കുറഞ്ഞത് ഒരു 6-8 പ്രാവശ്യമെങ്കിലും മൂത്രം പോകണം. മൂത്രത്തിന് കൂടുതൽ മഞ്ഞ നിറം ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെയാണെങ്കിൽ എഗെയിൻ കുട്ടിക്ക് ആവശ്യത്തിന് പാല് കിട്ടണു എന്നാണ് അർത്ഥം. ഇതിൽ ഏറ്റവും മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ, റിവ്യൂവിന് പോകുമ്പോൾ വെയിറ്റ് ഗെയിൻ. നേരത്തെ പറഞ്ഞ പോലെ ഓരോ ദിവസം കുറഞ്ഞത് 30 ഗ്രാം വീതം വെയിറ്റ് കൂടണം എന്നാണ്. അപ്പോൾ അങ്ങനെ കൂടുണ്ടെങ്കിൽ കുട്ടിക്ക് എന്തായാലും പാൽ ആവശ്യത്തിനുണ്ടെന്ന് അർത്ഥം. ഇപ്പോൾ പ്രൈമി മദേഴ്സ്, അതായത് ആദ്യത്തെ കുഞ്ഞൊക്കെ ആകുമ്പോൾ പലപ്പോഴും അമ്മമാർക്ക് ഭയങ്കര കൺഫ്യൂഷനായിരിക്കും, എൻ്റെ കുട്ടിക്ക് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ നല്ല വെയിറ്റ് ഗെയിനൊക്കെ ഉണ്ടെങ്കിൽ ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പിക്കാം. പിന്നെ നമ്മൾ വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അത് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ യൂറിൻ എത്ര നന്നായി പോണു എന്ന് നോക്കുക, മൂത്രത്തിന് കളറില്ല എന്ന് ഉറപ്പ് വരുത്തുക, വെയിറ്റ് നന്നായി കൂടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഇത്രയും കാര്യങ്ങൾ മതി കുട്ടിക്ക് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ. പലപ്പോഴും നമ്മൾ ഇവിടെ കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞ് ഡിസ്ചാർജ് ആകുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഒരാഴ്ചയുടെ ഉള്ളിലൊന്ന് വന്ന് കാണിക്കാൻ. അതിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്ന്, കുട്ടിക്ക് വെയിറ്റ് ശരിക്കും കൂടുണ്ടോയെന്ന് അറിയാം. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു എല്ലാ കുട്ടികൾക്കും ആദ്യത്തെ ഒരു 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം വെയിറ്റ് കുറയുമെന്ന്. അതിനുശേഷം വെയിറ്റ് കൂടാൻ തുടങ്ങണം. അപ്പോൾ കുഞ്ഞ് ഡിസ്ചാർജ് ആയി ഒരാഴ്ചയുടെ ഉള്ളിൽ വന്ന് കണ്ടില്ലെങ്കിൽ, വളരെ ലേറ്റായിട്ട് എപ്പോഴെങ്കിലും 2 ആഴ്ചയോ 3 ആഴ്ചയോ കഴിഞ്ഞിട്ടാണ് വന്ന് കണ്ടതെങ്കിൽ, അപ്പോൾ വെയിറ്റ് കുറഞ്ഞു എന്ന് അറിഞ്ഞിട്ട് നമുക്ക് അതിനൊരു ആക്ഷൻ എടുക്കാൻ വളരെ ഡിലേ ആവുകയാണ്. അതുകൊണ്ടാണ് ഒരാഴ്ചയുടെ ഉള്ളിൽ വരാൻ പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, മഞ്ഞപ്പിത്തം മാറിയോ എന്നറിയാൻ. സാധാരണ എല്ലാ കുഞ്ഞുങ്ങൾക്കും ആദ്യത്തെ ഒരാഴ്ച മഞ്ഞപ്പിത്തം ഉണ്ടാവും, 2 ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും മാറേണ്ടതാണ്. അപ്പോൾ അത് മാറുണ്ടോ എന്ന് നോക്കാൻ. പിന്നെ ഹാർട്ടിൻ്റെ വ്യത്യാസമായ കുറച്ച് ശബ്ദങ്ങൾ, മേമർ എന്ന് പറയും. അത് ചിലപ്പോൾ ആദ്യത്തെ 2-3 ദിവസം നമുക്ക് കേൾക്കാൻ പറ്റിയെന്ന് വരില്ല, അത് ഉണ്ടാവില്ല. അത് ചിലപ്പോൾ 2 ദിവസം 3 ദിവസം ആകുമ്പോഴൊക്കെ ആയിരിക്കും ഈ മേമർ നമുക്ക് കേട്ട് തുടങ്ങണത് തന്നെ. അപ്പോൾ ഇപ്പോൾ ഒക്കെ നോർമൽ ഡെലിവറി കഴിഞ്ഞാൽ 2-3 ദിവസത്തിൽ തന്നെ ഡിസ്ചാർജ് ആവുകയാണ്. അമ്മ ഡിസ്ചാർജ് ആകുമ്പോൾ കുഞ്ഞിനെയും ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ പലപ്പോഴും ഈ മേമർ ഒന്നും കേട്ടില്ല എന്ന് വരും. അപ്പോൾ റിവ്യൂവിന് വരുമ്പോഴാണ് നമ്മളിത് ഡിറ്റക്ട് ചെയ്യണം. മേമർ ഉണ്ടെങ്കിൽ നമുക്ക് അത് എന്തുകൊണ്ടെന്ന് നോക്കണം, എക്കോ സ്കാൻ ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഒരു റിവ്യൂവിന് വരിക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യങ്ങളാണ്. റിവ്യൂവിന് വരുമ്പോൾ നമ്മൾ വേറെയും ചില കാര്യങ്ങൾ ചെയ്യും. കുട്ടിയുടെ ചെവി ടെസ്റ്റ് ചെയ്യും, ഹിയറിംഗ് സ്ക്രീൻ. ഇത് എല്ലാ കുഞ്ഞുങ്ങൾക്കും ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതെല്ലാമാണ് റിവ്യൂവിന് ചെയ്യണം. അതുകൊണ്ട് നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞ ദിവസം തന്നെ എന്തായാലും റിവ്യൂവിന് വരിക, അത് ലേറ്റാക്കാതിരിക്കുക. സ്ത്രീകളിലെ വിവിധ പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ ഗർഭകാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു തരികയാണ് ഡോക്ടർ. PCOD അഥവാ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അതായത് നമ്മളുടെ കൃത്യമായിട്ടുള്ള എക്സസൈസ് ഇല്ലായ്മ, വെയിറ്റ് വല്ലാതെ കൂടുക, കൃത്യമായിട്ടുള്ളൊരു ഡയറ്റൊന്നും ഇല്ലാതിരിക്കുക, സ്ട്രെസ് ഒരുപാട് കൂടുതൽ, ആവശ്യത്തിന് ഉറക്കമില്ലാതിരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തുണ്ടാകുന്ന ഒരു സിംറ്റംസിനെയാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസിനെയാണ് PCOD എന്ന് പറയുന്നത്. ഈ സമയത്ത് കൃത്യമായിട്ട് പീരീഡ്സ് വരില്ല, മാസം തെറ്റി വരുന്ന പീരീഡ്സുകൾ, അതുപോലെ അമിതമായിട്ട് വണ്ണം വെക്കുക, കഴുത്തിന് ചുറ്റും കറുത്ത കളറൊക്കെ വരിക, അതുപോലെ മെയിൽ പാറ്റേൺ ഓഫ് ഹെയർ ഗ്രോത്ത്, അതായത് കഷണ്ടി, ചിലപ്പോൾ താടി മീശയൊക്കെ വരിക, ഇതൊക്കെയാണ് PCODയുടെ സിംറ്റംസ്. PCOD പറഞ്ഞ പോലെ തന്നെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ തന്നെയാണ് PCODയുടെ മെയിനായിട്ട് ചെയ്യേണ്ടത്. അതായത് നമ്മൾ വെയിറ്റ് ഒരുപാട് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക, ഡെയിലി ഒരു 30 മിനിറ്റെങ്കിലും എക്സസൈസ് ചെയ്യുക, അതുപോലെ ഭക്ഷണം നമ്മൾ ജങ്ക് ഫുഡ്സൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. മാക്സിമം നമ്മൾ ഹോംലി ഫുഡ്സൊക്കെ, ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ കഴിക്കുക. നോൺ വെജൊക്കെ കഴിക്കാം, പക്ഷേ വറുത്തതും പൊരിച്ചതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ കറി വെച്ചൊക്കെ കഴിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഇതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. പിന്നെയുള്ളത് നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറച്ച് കുറയ്ക്കുക, ആവശ്യത്തിന് ഉറങ്ങുക, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഐഡിയലി പറയുകയാണെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ വേണമെന്ന് വിചാരിച്ച് ഒരുമിച്ച് താമസിക്കുമ്പോൾ 1 വർഷത്തോളം നോക്കിയിട്ടും ബേബീസ് ആയിട്ടില്ലെങ്കിലാണ് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ ആൾക്കാർ കല്യാണം കഴിക്കുന്ന പ്രായമൊക്കെ ഒരുപാട് കൂടി, അങ്ങനത്തെ കേസുകളിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 6 മാസം വെയിറ്റ് ചെയ്തിട്ട് ആയിട്ടില്ലെങ്കിൽ തന്നെ ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ട്. പ്രഗ്നൻസി എപ്പോഴും ഒരു പ്ലാൻഡ് പ്രഗ്നൻസിയാണ് നല്ലത്. അതായത് വെനെവർ യു ആർ ഫിസിക്കലി, ഇമോഷണലി, മെൻ്റലി, സൈക്കോളജിക്കലി ആൻഡ് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകുമ്പോഴാണ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യേണ്ടത്.
പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഫിറ്റായിട്ടിരിക്കുക എന്നുള്ളതാണ്. അതിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഇപ്പോൾ വെയിറ്റ് കൂടുതലുള്ളവരാണെങ്കിൽ വെയിറ്റ് കുറച്ച് നോർമൽ BMI ആക്കുക. നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷുഗർ, പ്രഷർ, ആസ്മ, അല്ലെങ്കിൽ അപസ്മാര അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ മരുന്നുകളൊക്കെ എടുക്കുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് നോർമൽ ആക്കിയ ശേഷം പ്രഗ്നൻസി പ്ലാൻ ചെയ്യുക. പിന്നെയുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞ വൈറ്റമിൻ ഗുളികയുടെ സപ്ലിമെൻറ്റേഷൻസ് എടുക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഹാബിറ്റ്സ്, സ്മോക്കിംഗ്, ആൽക്കഹോൾ അങ്ങനെ എന്തെങ്കിലും ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം അവോയ്ഡ് ചെയ്യുക. ഫിറ്റായിട്ടിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് വേണ്ടത്. സത്യം പറഞ്ഞാൽ എല്ലാ ഭക്ഷണങ്ങളും പ്രഗ്നൻസി സമയത്ത് കഴിക്കാം. നമ്മൾ ഈ ഹോംലി ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇറച്ചി, മീൻ, മുട്ട അതെല്ലാം നന്നായിട്ട് കഴിക്കാം. ധാരാളം വെള്ളം കുടിക്കുക, അതൊക്കെ ചെയ്യണം. നമ്മൾ ഈ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ, പാക്ക്ഡ് ആയിട്ട് വരുന്ന ടിൻഡ് ക്യാൻഡ് ഫുഡ് ഐറ്റംസ്, ജങ്ക് ഫുഡ്സ് ഇതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇന്ത്യൻ പോപ്പുലേഷനിലെ മിക്ക സ്ത്രീകൾ അനീമിക്കാണ്. അനീമിയ മീൻസ് രക്തക്കുറവ് അഥവാ വിളർച്ച. ഐഡിയലി ഹീമോഗ്ലോബിൻ്റെ ലെവൽ ഒരു 12 വേണം നോർമലായിട്ട്, പക്ഷെ ഒരു 10 വേണം. അപ്പോൾ നമ്മുടെ മോസ്റ്റ് ഓഫ് ദ ലേഡീസും HB വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുക. അതായത് ഇലവർഗ്ഗങ്ങൾ, ഇറച്ചി, മീൻ അതുപോലത്തെ ഭക്ഷണങ്ങൾ, ധാന്യങ്ങൾ ഒക്കെ നന്നായിട്ട് കഴിക്കുക. അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക. പിന്നെയുള്ളത് ചിലർക്ക് ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. പീരീഡ്സ് സമയത്ത് ഹെവി ബ്ലീഡിങ് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പീരീഡ്സ് വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഒരു ഗൈനക്കോളജിനെ കണ്ടിട്ട് അതെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. എന്നിട്ട് നമുക്ക് രക്തക്കുറവൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് നമ്മൾ ഒരു അയൺ സപ്ലിമെൻറ്റേഷൻ എടുക്കുക. അതായത് അയൺ ഗുളികകളായിട്ട് കിട്ടും, അത് ഡെയിലി എടുക്കുക എന്നുള്ളതാണ്. ഐഡിയലി ഒരു നോർമൽ അഥവാ റെഗുലർ പീരീഡ് എന്ന് പറയുന്നത് 24 മുതൽ 35 ദിവസം വരെ ഗ്യാപ്പിൽ വരുന്ന പീരീഡ്സാണ്. അപ്പോൾ ഇത് എന്തെങ്കിലും അബ്നോർമാലിറ്റി, അതായത് ഒന്നുകിൽ 24 ദിവസത്തിന് പെട്ടെന്ന് കയറി വരുന്ന പീരീഡ്സ് അല്ലെങ്കിൽ 35 ദിവസം താണ്ടി വരുന്ന പീരീഡുകൾ, ഇത് രണ്ടും അബ്നോർമലാണ്. അതല്ലാതെ ഇൻ്റർമെൻസ്ട്രൽ ബ്ലീഡിംഗ് എന്ന് പറയും. പീരീഡ് അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു ബ്ലീഡിങ് വരിക, അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ്, അല്ലെങ്കിൽ തീരെ ബ്ലീഡിങ് ഇല്ല, വളരെ കുറവ് ബ്ലീഡിങ്, ഇതൊക്കെ നമ്മൾ ഒരു മെഡിക്കൽ ഹെൽപ്പ് തേടേണ്ട ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഗർഭനിരോധന മാർഗ്ഗങ്ങൾ മെയിൻലി 2 ടൈപ്പാണ്. അത് നാച്ചുറലും നമ്മുടെ ഫാർമക്കോളജിക്കലും. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ഈ ഓവുലേഷൻ സമയത്തൊക്കെ കോണ്ടാക്റ്റ് അവോയ്ഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. ഇനി മെഡിസിൻസിൻ്റെ കേസ് പറയുവാണെങ്കിൽ നമ്മൾ 2 തരത്തിലെടുക്കുക. ഒന്ന് സ്പേസിങ്, അതായത് കോപ്പർട്ടി ഇടുക, അല്ലെങ്കിൽ ഗുളികകൾ കഴിക്കുക, അല്ലെങ്കിൽ എമർജൻസി കോൺട്രാസെപ്ഷൻ പോലെയുള്ള IPLകൾ ഉപയോഗിക്കുക. മറ്റത് പ്രസവം നിർത്തൽ ശസ്ത്രക്രിയയാണ്. അത് നമുക്ക് ഡെലിവറി കഴിഞ്ഞാൽ ഉടനെ ചെയ്യാം, അല്ലെങ്കിൽ ഇൻ്റർവെൽ സ്റ്റെറിലൈസേഷൻ ഉണ്ട്, അതായത് ലാപ്രോസ്കോപ്പിക് സ്റ്റെറിലൈസേഷൻ പോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. പീരീഡ്സ് നിൽക്കുന്ന ഒരു സമയത്തെയാണ് മെനോപ്പോസ് എന്ന് പറയുന്നത്. അതായത് 45 മുതൽ 55 വരെയുള്ള വയസ്സുള്ള സമയത്താണ് പീരീഡ്സ് നിൽക്കുക. അത് ഒരു 1 ഇയർ സമയത്ത് 1 ഇയർ പീരീഡിൽ പീരീഡ്സ് വരാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളത് മെനോപ്പോസായിട്ട് കൺസിഡർ ചെയ്യണം. ഈ സമയത്ത് നമുക്ക് സപ്പോർട്ടീവായിരുന്ന ഫീമെയിൽ ഹോർമോൺസിൻ്റെ ഒക്കെ അളവ് ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ ഹെൽത്ത് കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ നന്നായിട്ട് കാൽസ്യം സപ്ലിമെൻ്റ് എടുക്കുക. കാരണം എല്ലുകളുടെയും പല്ലുകളുടെയൊക്കെ ബലം കുറയും. സോ കാൽസ്യം സപ്ലിമെൻറ്റേഷൻ എടുക്കുക, വൈറ്റമിൻ D3 പോലുള്ള സപ്ലിമെൻറ്റേഷൻ എടുക്കുക, നല്ല രീതിയിലുള്ള പ്രോട്ടീൻ ഡയറ്റ് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ നമുക്ക് മസിൽസൊക്കെ ഒരു വീക്ക്നെസ് വരാൻ ചാൻസ് ഉണ്ട്. സോ നന്നായിട്ട് എക്സസൈസുകൾ ചെയ്യുക. അതായത് ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും നടത്തുന്നതോ അതുപോലത്തെ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുക. പിന്നെ ചിലർക്ക് സ്ട്രെസ്സ്, മൂഡ് സ്വിങ്സ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. സോ യോഗ പോലത്തെ റിലാക്സിങ് മെത്തേഡ്സ് ചെയ്യാം. വല്ലാണ്ട് മൂഡ് സ്വിങ്സ് ഒക്കെ വരികയാണെങ്കിൽ സംടൈംസ് നമുക്ക് മെഡിക്കൽ ഹെൽപ്പ് തേടേണ്ടി വരാറുണ്ട്. പിന്നെയുള്ളത് ക്യാൻസർ സ്ക്രീനിങ്ങുകളുണ്ട്, അതും കൂടെ ചെയ്യേണ്ടതാണ്. ക്യാൻസറുകൾ ഒരുപാട് തരമുണ്ട്. ഇപ്പോൾ നമ്മൾ ഗൈനക്കോളജിക്കൽ അല്ലെങ്കിൽ സ്ത്രീകളിലെ മെയിനായിട്ടുള്ള ക്യാൻസർ 4 എണ്ണമാണ്. അതായത് ബ്രസ്റ്റ് ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, ഇനി ഗർഭാശയത്തിലാണെങ്കിൽ എൻഡോമെട്രിയൽ ക്യാൻസർ ആൻഡ് സെർവിക്കൽ ക്യാൻസർ. ഈ 4 ക്യാൻസറുകളാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ബ്രസ്റ്റ് ക്യാൻസർ പറയുവാണെങ്കിൽ ഫസ്റ്റ് തിങ് ചെയ്യേണ്ടത് നമ്മൾ എല്ലാ മാസവും സെൽഫ് എക്സാമിനേഷൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒരു 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്കൊരു 1 വർഷം 2 വർഷം കൂടുന്ന സമയത്ത് ഒരു മാമോഗ്രാം ഒക്കെ ചെയ്ത് നോക്കാം. അത് യങ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അൾട്രാസൗണ്ട് ബ്രസ്റ്റാണ് കുറച്ചും കൂടെ നന്നായിരിക്കുക. പിന്നെ ഒവേറിയൻ ക്യാൻസർ അതുപോലെ യൂട്രൈൻ ക്യാൻസറുകളൊക്കെ ആണെങ്കിൽ എസ്പെഷ്യലി എന്തെങ്കിലും ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ അവർ സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിന് നമ്മൾ പെൽവിക് അൾട്രാസൗണ്ട് സ്കാനാണ് മെയിനായിട്ട് ചെയ്യാറുള്ളത്. ഇനി യൂട്രൈൻ സെർവിക്സിലുള്ള ക്യാൻസറുകൾക്കാണെങ്കിൽ നമുക്ക് സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പാപ്സ്മിയർ എന്ന് പറഞ്ഞ ടെസ്റ്റ് അവൈലബിൾ ആണ്. അത് നമ്മളൊരു 1 ഇയർ 3 ഇയർ ഗ്യാപ്പിൽ ചെയ്തുകൊണ്ടിരുന്നാൽ നല്ലതായിരിക്കും.
നവജാത ശിശുക്കളുടെ പരിചരണത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും കൃത്യമായൊരു അവബോധം നിങ്ങൾക്ക് ലഭിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വീണ്ടും മറ്റൊരു വിഷയവുമായി നമുക്ക് കാണാം. നമസ്കാരം.